2 ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. ഇവിടെ ആർക്കും വയ്യാന്ന് പറഞ്ഞാൽ എണീക്കാനും കൂടി വയ്യാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും. എനിക്ക് വയ്യ, മോളൂനും വയ്യ, ഐറൂസിന് തീരെ വയ്യ കേട്ടോ. മോളൊക്കെ ചുമച്ച് 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 ജീവല്ലാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട്. എന്നെ ഇത്ര കാല വീഡിയോയിൽ കാണുന്നവർ ഈ ഒരു അവസ്ഥയിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടേതൊക്കെ ഇവിടെ ഡോക്ടറൊക്കെ കാണിച്ചതാ ഒരുവിധം അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പക്ഷേ ഐറൂസിന് എന്താ അറിയില്ല, മാറുന്നില്ല കേട്ടോ. 1-2 വട്ടം ഡോക്ടറെ കാണിച്ചിട്ടും അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഏതായാലും വീണ്ടും ഡോക്ടറെ കാണിക്കാനാണ് ആ പോണത്. അവരവിടെ എത്തി ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഒന്ന് ഗ്ലൂക്കോസ് കയറ്റണം, കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയോ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജസ്റ്റ് ചെറിയ ഇന്നൊന്ന് അവിടെ നിൽക്കേണ്ടി വരും, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മോള് വേഗം വിളിച്ചു വിട്ടപ്പോൾ വയ്യെങ്കിലും നമ്മളെ മക്കൾക്ക് വയ്യാതായാൽ പിന്നെ നമ്മളെ അസുഖമൊക്കെ എങ്ങടെ പോകുന്നത് അറിയില്ലല്ലോ അല്ലേ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് എണീറ്റ് പൊന്തി ഇതാ നമ്മളെ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഒരു ട്രിപ്പൊക്കെ ഇട്ടത്. കാരണം മോളൂനെ വയ്യ ഒന്ന് കുട്ടിയെ എടുക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാനോ ഒന്നിനും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വരുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്തു. ഏതായാലും ഉറക്കുന്ന സമയത്ത് അവന് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്കും തീരെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാനും ഇതും കൂടി ഇതാന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞങ്ങളവിടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോവുക ചെയ്തത്. മൂപ്പർക്ക് സ്കൂളിലതുകൊണ്ട് 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കൊണ്ടാക്കി തിരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇതുമ്മാണ് ഇവിടെ ഉള്ളത്. ഇതുമ്മൂന് എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ നല്ലൊരു ചായയും പിന്നെ ഇതും ഒരു എന്താ പറയുക സമൂസയും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇതാ ഐറൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണർന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഇതേപോലെ ഇങ്ങനെ മടിയിലിരുത്തി ഫോണൊക്കെ കാണിച്ചിട്ട് കൈ ഇങ്ങനെ അനക്കാതെ പിടിച്ച് എങ്ങനെയൊക്കെയോ ഗ്ലൂക്കോസ് കയറ്റി തീർത്തു എന്ന് തന്നെ പറയാം. രാത്രി 12-12:30 ആയിട്ടുണ്ട് അതൊന്ന് തീർന്ന് കിട്ടിയപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കൽ ഫുഡൊന്നും ആരും മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് പാർസൽ ചെയ്ത് വാങ്ങി കൊണ്ടുപോവുകയാണ്. അവിടെ ഇറങ്ങി കഴിക്കണമൊന്നുമില്ല, ഐറൂസിൻ്റെ ഒന്നും വയ്യാത്തല്ലേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങിയില്ല. ഓനാണെങ്കിൽ വണ്ടിയിൽ കയറിയപ്പോൾ ഇങ്ങനെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. എൻ്റെ ഹസ്ബൻഡൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എന്നാലും വാതിൽ മുട്ടിയപ്പോൾ ഇങ്ങനെ തുറന്നതുകൊണ്ട് വേഗം ഞങ്ങൾ ഫുഡ് ഭയങ്കര വിശപ്പായിരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഐറൂസ് വേഗം ഉറങ്ങിപ്പോയി. ഇനി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ എണീപ്പിച്ച് എന്തെങ്കിലും പാലോ കഞ്ഞിയോ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അവന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഞങ്ങൾ വിശപ്പ് മാറ്റിയിട്ട് വേണം അവനൊന്ന് റെഡിയാക്കാതെ വിചാരിച്ചു. നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ്റെ കടായും പിന്നെ ചിക്കൻ 65 ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കഴിച്ചിട്ട് വായക്കൊരു രുചിയൊന്നും തോന്നുന്നില്ല. പനിയൊക്കെ ആയതുകൊണ്ട് ഒന്നും രുചിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. തലക്കാണെങ്കിൽ അനങ്ങാൻ പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു. എന്തായാലും ടൂർ പോയി ആകെ ഒരു ദുരന്താവസ്ഥയിലായ അവസ്ഥ.